വെൽക്കം ടു സോനു ഫാബ്രിക്കേഷൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അലുമിനിയം സെക്ഷൻ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് അതെങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജോയിൻ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുമാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ടിങ് മെഷീൻ 45 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. 1.25 സ്ക്വയർ സെക്ഷനിലാണ് നമ്മൾ ഈ ഡിഗ്രി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 സെക്ഷനിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ വർക്ക് പഠിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് എങ്ങനെയാണ് ഈ ജോയിൻ്റ് കോർണർ വെച്ചിട്ട് അത്ര കറക്റ്റായിട്ട് ചെയ്തെടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സെക്ഷനും ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PVCയുടെ കോർണറാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതലും PVC കോർണറുകളാണ് ജോയിൻറ്റിലേക്ക് നമുക്കിപ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ കോർണർ നമ്മളിവിടെ വെക്കുമ്പോൾ ഇതിൽ ഈ ഡിഗ്രിയുടെ കറക്റ്റായിട്ട് ഈ ഭാഗം വന്ന് ടച്ചായിട്ടിരിക്കില്ല, ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് ഒരു ലൈറ്റ് എല്ലാം കൂടി കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് എല്ലാങ്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാങ്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സെക്ഷൻ കട്ട് ചെയ്തിട്ട് എല്ലാങ്കിളാക്കിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ വെച്ചിട്ടാണ് ഈ കോർണർ ഈ 45 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഉൾഭാഗത്താണ് വെക്കുന്നത്. കോർണറിന് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സൈഡും വെച്ച് കൊടുക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കോർണറിന് ഒരു സൈഡ് വെക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 2 സൈഡും ഓരോ റിബിറ്റാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ റിബിറ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കോർണർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്കിലാണ് ഇതിൻ്റെ ബലം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യണതാണ്. ആംഗിൾ വെച്ചിട്ട് ചെയ്യണേക്കായും പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റായിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പോൾ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് ജോയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ട ആളുകൾക്ക് ഇതിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഹോൾസ് അടിക്കുന്നത് 180 ബിറ്റ് ഇട്ടിട്ടാണ്. അതുപോലെ 180ൻ്റെ റിബിറ്റ് ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലും നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.